ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നൊരു പ്ലസൻറ്റ് മോർണിംഗ് ആണ്. നമ്മുടെ താമരയിൽ പൂവിട്ടു, അത് ഓണമായിട്ട് പൂവിട്ടു. അപ്പോൾ അതാ അമ്മ അമ്പലത്തിൽ കൊടുത്തു. പൂവൊക്കെ കിളി സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂക്കളൊക്കെ ഇട്ടു. ഇനി നമ്മൾ ജസ്റ്റ് റെഡി ആവാൻ പോവാണ്. റെഡി ആവാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് ടോപ്പും കുർത്തിയാണ്, ഒരു മൾട്ടി കളർ ഷോൾ ഇട്ട് എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളെല്ലാവരും കാണിക്കാം. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ല. ഞാൻ പൊതുവേ കണ്ണെഴുതും, ലിപ്സ്റ്റിക്ക് ഇടും, അത്രയൊക്കെ ചെയ്യാറുള്ളൂ. കമ്മലൊന്നും ഇട്ടിട്ടില്ല. എല്ലാം റെഡി ആയിട്ട് സെറ്റായിട്ട് നമുക്ക് അപ്പോൾ ഞാൻ കണ്ണെഴുതി, ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇനി ഇയറിങ്സ് ഒക്കെ മതിയെന്ന് തോന്നുന്നു അല്ലേ, ജിമ്മൊക്കെ ഇരിക്കട്ടെ അല്ലേ, ഓണമൊക്കെ ഇല്ലേ. അപ്പോൾ ജിമ്മൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇനി ജിമ്മൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഫുൾ റെഡിയായി, കണ്ണെഴുതി, പൊട്ടൊക്കെ തൊട്ട്, കമ്മലൊക്കെ ഇട്ടു. ഇനി ഓണത്തിൻ്റെ മെയിൻ ഐറ്റം മുല്ലപ്പൂ. ഇത് ഇപ്പോൾ എവിടെയാണ് വെക്കാമെന്ന് എനിക്ക് മനസ്സിലാവില്ല, കാരണം ഈ ഡ്രസ്സിൻ്റെ കൂടെ അത് സിംഗിൾ പോകുന്നുണ്ടോ എന്ന് കിട്ടുന്നില്ല. പിന്നെ ഓണമല്ലേ, മുല്ലപ്പൂ ഇല്ലേ, അതെന്ത് ഓണം. അപ്പം ഞാൻ ഓർത്തു വെക്കാം, ജസ്റ്റ് ബാക്കിൽ എവിടെയെങ്കിലും വെക്കാമെന്ന് ഓർത്തു ഗൈസ്. അപ്പം നമ്മൾ ഫുൾ സെറ്റായി. അപ്പം ഓണം ലുക്ക് ഫുൾ ഫൈനലായിട്ടുണ്ട്. മുല്ലപ്പൂ ഞാൻ ഇങ്ങനെ വെച്ചു ലാസ്റ്റ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരുപാട് നല്ല സന്തോഷമുള്ള, നല്ല മെമ്മറീസുള്ള, നല്ല വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓണം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ സദ്യ കഴിക്കാനുള്ള സമയം. അപ്പോൾ ഞാൻ ഇതേ മാമൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ അവിടെയും പൂക്കൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായി നമുക്ക് നോക്കാം. അവിടെ വേറൊരാളുണ്ട് കേട്ടോ, വിസ്കി. അവൾക്ക് ഇത്തവണ ഞങ്ങൾ ഡ്രസ്സ് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ആളതിൻ്റെ വിഷമത്തിലാണ്. അതൊക്കെ ചെല്ലുമ്പോൾ കാണാം. ചേച്ചി റെഡിയായി സെറ്റായിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാവരും വീട്ടിൽ കണ്ടിട്ട് വരാം. നമ്മൾ മാമൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ വിസ്കി പൂക്കളം കുളമാക്കാതിരിക്കാൻ വേണ്ടി അവനക്ക് കിട്ടണം. ഹായ്. ചേച്ചി റെഡിയായി, വിസ്കി ഇവിടെ ഉണ്ട് എന്ന് ഗൈസ്. ഞങ്ങളപ്പോൾ ഫോട്ടോഷൂട്ടിന് ഇറങ്ങി നടക്കുകയാണ്. അവൾ സമ്മതിക്കുന്നില്ല കേട്ടോ, അവളെയും കൂടി കൊണ്ടുപോകണം എന്നാണ് അവൾ പറയണേന്ന് തോന്നുന്നു. ചേച്ചി ഇതേ കാട്ടിലൊക്കെ കയറി പോകുന്നുണ്ട്. ഞാൻ പുറകെ ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നു. നിൽക്കുന്നു. ചേച്ചി എന്ന സെറ്റൊക്കെ കൊടുത്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാനിവിടെ ഇങ്ങനെ കാടും പടലിക്ക് കയറി വരുന്നു. ഹായ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഫോട്ടോയൊക്കെ ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് ഇനി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളിട്ട് അടിപൊളിയായിട്ട് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സദ്യയുടെ പരിപാടിയിലേക്ക് പോവാം. ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ. ഓക്കെ ഗൈസ്, ഒരു സദ്യയൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. നല്ല വെയില, ഭയങ്കര വെയില. അവൻ്റെ വീടാട്ടോ. കിട്ടി.
അത്തപ്പൂ. നമ്മളിപ്പോൾ നമ്മുടെ കസിൻസിനെയൊക്കെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നമുക്കിനി അവരെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. എന്റെ പല്ലൊക്കെ പോയിട്ട് ഞങ്ങൾ പറയണത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ നാട്ടുകാര്? എനിക്ക് റിസഷൻ ഉണ്ട് ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു ജിഞ്ചേബിൾ ഗ്രാഫ്റ്റിംഗ് വേണം. അതിനാണ് നമ്മളിപ്പോ ദേവി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണ്ടേ. ഇവിടെ നിൽക്കണം. അയ്യോ ഇവിടെ ഇറങ്ങൂലേ? എന്തിനാ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കസിൻ്റെ വീട്ടിലൊക്കെ പോയി എല്ലാവരെയും കണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ചെറിയൊരു മയക്കം, ഉറക്കക്ഷീണം, പായസമൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്. പക്ഷെ നമ്മൾ ഉറങ്ങിയൊന്നുമില്ല. ഇപ്പം നല്ല എല്ലാവരെയും കണ്ട് കേട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വെജായിരുന്നല്ലോ, അപ്പോൾ ഇനി നൈറ്റ് നമുക്കൊന്ന് നോൺ വെജ് പിടിക്കാമെന്ന് ഓർത്ത് മാമിൻ്റെ സ്പെഷ്യൽ ചിക്കൻ്റെ ഒരു റെസിപ്പി ഉണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷായി പോണം മാമിൻ്റെ അടുത്തേക്ക്. ഇന്നത്തെ വ്ലോഗ് എങ്ങനെയായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ, കാരണം ഈ ക്യാമറ അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കണോ അങ്ങനെ കൺഫ്യൂഷൻ വന്നു. ഫസ്റ്റ് വ്ലോഗല്ലേ, അപ്പോൾ അതിൻ്റെതായ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. നോക്കാം. ഇതൊക്കെ റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ക്യാം എങ്ങനെയാണ് ഹോൾഡ് ചെയ്യണ്ടേ അല്ലെങ്കിൽ സ്റ്റാൻഡ് വെക്കണോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് മനസ്സിലായി വരുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പം നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്നാലും ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നോക്കാം. ഇപ്പം ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി മാമൻ്റെ അടുത്തേക്ക് പോവാം. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ 6 മണി കഴിഞ്ഞു. അവിടെ ഓൾറെഡി പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെല്ലാണ്. ചേച്ചി എന്തൊക്കെയോ അരിയുന്നുണ്ട്. കൂടെ പോയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇവിടെ എന്തൊക്കെയാണ് നടന്നത് ഞാനില്ല എന്നപ്പോൾ. ഞങ്ങൾ ഓൾറെഡി ചിക്കൻ മറ്റേ മാഗ്നറ്റ് ഇട്ട് വെച്ച് മാഗ്നറ്റ് ചിക്കൻ പെരട്ടി വെച്ചു. എന്തോ ഇംഗ്ലീഷിൽ പറയും. Marinate. നമ്മുടെ കറിയൊക്കെ സെറ്റായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണം വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. You are strong, you are brave.